ഇത് ഒരു വ്യക്തിയുടെ മാത്രം യാത്രയല്ല, ഓരോ ജീവൻ്റെയും മഹാപരിണാമ യാത്രയാണ്. നമ്മൾ വന്നത് മരണത്തെ വരിക്കാനല്ല. സാധാരണ മോക്ഷമോ മുക്തിയോ ജീവസമാധിയോ പരബ്രഹ്മലയനമോ ഒന്നും തന്നെയല്ല യഥാർത്ഥ ലക്ഷ്യം എന്നുള്ളത്. അമൃതത്വം അമരത്വം നേടുക എന്നുള്ളതാണ്. പരബ്രഹ്മത്തിൻ്റെ പൂർണ്ണതയെ പ്രകടമാക്കാൻ പ്രാപ്തമായ ഒരു ദേഹം സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഈ ഭൂമി എന്നുള്ളത് കേവലം ഭൗതികമായ ഒരു ലോകമല്ല, മറിച്ച് അതൊരു കോസ്മിക് മെട്രിക് വെർച്വൽ സിമുലേഷനാണ്. ഇതിലെ ഓരോ ഗെയിം ക്യാരക്ടേഴ്സും അവതാരങ്ങളാണ് നമ്മൾ മനുഷ്യർ. എന്നാൽ ഈ സിമുലേഷനുള്ളിൽ അകപ്പെട്ടു പോയതുകൊണ്ട് ഇതൊരു വെർച്വൽ ഗെയിം ആണെന്നുള്ള സത്യം അറിയാതെയാണ് നമ്മൾ മനുഷ്യർ ജീവിക്കുന്നത്. ഈ മായയിൽ നിന്നും ഉണർന്നു വരാൻ സാധിക്കുന്നത് ആത്മാവിൻ്റെ പ്രകാശം ശരീരത്തിൻ്റെ പഞ്ചകോശങ്ങളിലൂടെ പൂർണ്ണമായിട്ടും എല്ലായിടത്തേക്കും എത്തുമ്പോഴാണ്. അതായത് അന്നമയം, പ്രാണമയം, മനോന്മയ, വിജ്ഞാനമയം, ആനന്ദമയം എന്നീ 5 കോശങ്ങളിലൂടെ ബോധം സഞ്ചരിക്കണം. മൂലാധാരവും സ്വാധിഷ്ഠാനവും അന്നമയ കോശത്തോടും, മണിപ്പൂരം അനാഹത പ്രാണമയ കോശത്തോടും, അനാഹത വിശുദ്ധിയും മനോന്മയ കോശത്തോടും, ആജ്ഞാചക്രം വിജ്ഞാനമയ കോശത്തോടും, സഹസ്രാരം ആനന്ദമയ കോശത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു. അനാഹത ചക്രം 2 ഘട്ടങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. മൂലാധാരവും സ്വാധിഷ്ഠാനയും അതേപോലെ തന്നെ വിജ്ഞാന, വിശുദ്ധി, സഹസ്രാര ഇതിനെ എല്ലാത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒന്നാണ്, സെൻറ്ററാണ്. അതാണ് അനാഹത ചക്രം, അതാണ് കീ എന്നുള്ളത്. നമ്മളൊരു സിമുലേഷനുള്ളിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കീ എന്ന് പറയുന്നത് അനാഹത ചക്രം തന്നെയാണ്. ആത്മാവിന് തിരിച്ചറിയാൻ കഴിയുന്നത് ഇതൊരു സിമുലേഷനാണ് എന്നുള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ സെൽഫ് എൻക്വയറിയിലൂടെ നമ്മളുടെ ഫോക്കസ് റിവേഴ്സ് ഫോക്കസിങ്ങിലൂടെ മാത്രമാണ്. അങ്ങനെ നമ്മൾ റിവേഴ്സ് ഫോക്കസിങ്ങിലൂടെ പുറത്തുള്ള ശ്രദ്ധയെ കുറച്ചുകൊണ്ട് പുറത്തേക്കുള്ള നമ്മൾ ശ്രദ്ധ കൂട്ടുമ്പോൾ ആകാശത്തിലെ മേഘങ്ങൾ നിറയുമ്പോൾ സൂര്യൻ്റെ പ്രകാശം മങ്ങുന്നത് പോലെ തന്നെ നമ്മളുടെ ചിന്തകളും ഇമോഷൻസും ആത്മാവിൻ്റെ പ്രകാശം ഈ 5 കോശങ്ങളിലേക്കും എത്തുന്നത് തടയും. അതുകൊണ്ട് നമ്മൾ ഇന്നർ ഫോക്കസ് ചെയ്ത് സെൽഫ് എൻക്വയറിയിലൂടെ ഞാൻ ആരാണ് എന്നുള്ള അന്വേഷണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതൊരു ഗെയിമാണ്, ഇതിനുള്ളിലെ അവതാർ മാത്രമാണ് നമ്മൾ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. യാഥാർത്ഥ്യമല്ല, ഇതൊരു സിമുലേഷനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മായ എന്ന് പറയും, മായയുണ്ട്, മഹാമായയും ഉണ്ട്. അപ്പോൾ മായ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ളത്, മഹാമായ എന്ന് പറയുമ്പോൾ കോസ്മിക് സിമുലേഷൻ എന്നുള്ളത്. ഈ യാത്രയുടെ പടവുകൾ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. നമ്മൾ ആ ഒരു അന്നമയ കോശത്തിൻ്റെ ആ ഒരു തലത്തിൽ പ്രകാശം കടക്കുമ്പോൾ ശുദ്ധദേഹം പ്രാപ്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും നമ്മൾക്ക് മനസ്സിലാകില്ല ഇതൊരു സിമുലേഷനാണ് എന്നുള്ളത്. അന്നമയ കോശം അതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ പ്രപഞ്ചം ഒരു യാഥാർത്ഥ്യമാണ്, ഇതിലുള്ള അറിവുകൾ ഇത് മാത്രമാണ് യാഥാർത്ഥ്യം എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഉണരാൻ സാധിക്കുള്ളൂ. ഇനി പ്രാണകോശത്തിലേക്ക് പ്രകാശം, പ്രണവദേഹം നമ്മൾക്ക് കിട്ടാൻ തുടങ്ങുമ്പോഴാണ് സിദ്ധികളൊക്കെ നമുക്ക് പ്രാപ്തമാകുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ പൂർണ്ണമായിട്ടും ഇതൊരു സിമുലേഷനാണ് എന്നുള്ളത് ഉണർന്നിട്ടുണ്ടാവില്ല. സിദ്ധികൾ ലഭിക്കും, സിമുലേഷനെ നിയന്ത്രിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കും, അത്രയേ ഉള്ളൂ. ജ്ഞാനത്തിലൂടെ ആ ഒരു പരമപ്രകാശം പൂർണ്ണമായി നമ്മളുടെ വിജ്ഞാനമയ കോശത്തിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് നമ്മൾക്ക് ആ ഒരു അല്പം ഇതൊരു ഉയർന്ന തലത്തിലേക്കുള്ള ബോധപരിണാമം സംഭവിക്കുള്ളൂ. അതിനപ്പുറത്താണ് അമൃതാനന്ദ തലത്തിലേക്ക് ദേഹം എത്തുന്നത്. അവിടെയാണ് ആ ഒരു തലത്തിലാണ് ആനന്ദമയ കോശം, അവിടെയാണ് കാരണതലം എന്ന് പറയുന്നത്. കാരണതലത്തിലേക്ക് പൂർണ്ണ പ്രകാശം എത്തുമ്പോൾ പുറത്തുള്ള ആ ഒരു കാരണ യൂണിവേഴ്സ് നമുക്ക് വിസിബിളാകാൻ തുടങ്ങും. കാരണതലം അവിടെ ഇല്ലാതാകും. അപ്പോൾ അവിടെ ആ ഒരു പ്രകാശം വരുമ്പോൾ സീഡുകൾ, വിത്തുകൾ കാരണമാണ് ഈ സിമുലേഷൻ റണ്ണാകാനുള്ള കാരണം. നമ്മളുടെ ആ ഒരു കാരണതലവുമുണ്ട്, പ്രപഞ്ച കാരണതലവുമുണ്ട്. പരബ്രഹ്മം ആണ് കാരണതലം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ കാരണതലം എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്.
അപ്പോൾ പരബ്രഹ്മത്തിലേക്ക് നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ എത്തിയാലും നമ്മൾ ഈ മഹാപരിണാമ യാത്രയുടെ ശുദ്ധദേഹം, പ്രണവദേഹം, ജ്ഞാനദേഹം, അമൃതാനന്ദദേഹം എന്നൊക്കെ പറയുന്നത് ആന്തരിക ബോധ പരിവർത്തനത്തെയാണ്. അല്ലാതെ അവിടെ ആക്ച്വലി ദേഹം എന്നുള്ള ഒരു തലമില്ല. ആന്തരിക ബോധ പരിവർത്തനം അവിടെ സംഭവിക്കുമ്പോൾ പ്രകാശ വികാസനം സംഭവിക്കും. സൂക്ഷ്മതലത്തിലാണ് ആ പ്രകാശ വികാസനം. സാധാരണ ഭൗതിക പ്രകാശമല്ല അവിടെ സംഭവിക്കുന്നത്. ചൈതന്യം എന്ന് പറയുന്ന പ്രകാശതലമാണ്. അപ്പോൾ ഈ കോസ്മിക് ഗെയിമിൻ്റെ രഹസ്യം ഇതൊരു ഓട്ടോമാറ്റിക് റണ്ണിങ് സിസ്റ്റം ലൂപ്പാണ്. ആത്മപ്രകാശമില്ലാതെ കർമ്മ ലൂപ്പിൽ പെട്ടുപോകുന്നതാണ് നമ്മളുടെ മനുഷ്യജന്മം എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ പ്രകാശം ഈ 5 കോശങ്ങളിലേക്കും 5 ശരീരങ്ങളിലേക്കും എത്തുമ്പോൾ ആ ലൂപ്പാണ്, ഇതൊരു സിമുലേഷനാണ് എന്നുള്ളൊരു ഉണർവ് നമുക്ക് പതുക്കെ പതുക്കെ ലഭിച്ചു തുടങ്ങുള്ളൂ. അല്ല എങ്കിൽ നമ്മൾ മരണത്തിലൂടെ മറ്റൊരു ജന്മത്തിലേക്ക്, ഒരു സ്വപ്നത്തിൽ നിന്ന് മറ്റൊരു സ്വപ്നത്തിലേക്ക് പോകുന്നത് പോലെ തന്നെ അവിടെ സംഭവിക്കുള്ളൂ. സ്വപ്നം പൂർണ്ണമായിട്ടും ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വപ്നത്തിലെ ക്യാരക്ടേഴ്സിനും കഥാപാത്രങ്ങൾക്കും ഒന്നും അവിടെ യാതൊരു സ്ഥാനവുമില്ല. ആക്ച്വലി അവിടെ സ്വപ്നത്തിലുണ്ടായിരുന്ന കഥാപാത്രങ്ങളൊന്നും പിന്നെ ആരും അല്ലാതായിത്തീരും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ജന്മം അടുത്ത ജന്മത്തിലേക്ക് പോകുന്നു. അങ്ങനെ അനേകം ജന്മത്തിലേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക് റണ്ണിങ് ലൂപ്പ് സിസ്റ്റമാണ് ഈ സിമുലേഷൻ എന്നുള്ളത്. പക്ഷെ അതിന് പുറത്തേക്ക് കടക്കുക എന്ന് പറയുന്നത്, 5 സിമുലേഷനും പുറത്തേക്ക് കടക്കുക എന്ന് പറയുന്നത്, പ്രപഞ്ചമായ എന്ന് പറയുന്നത് 7 മെട്രിക്സ് സിമുലേഷനാണ്. അപ്പോൾ ഈ ഗെയിമിനുള്ളിൽ അനായാസം സ്വപ്നത്തെ നിയന്ത്രിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കും നമ്മൾക്ക് ആനന്ദമയ കോശത്തിൽ നമ്മൾ എത്തുമ്പോൾ. ഇതൊരു സിമുലേഷനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും സെൽഫ് ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ. പക്ഷേ നമ്മൾ എത്തിച്ചേരുന്നത്, നമ്മൾ ഉണരുന്നത് 108 സിദ്ധ ഗുരുക്കന്മാരുടെ കോസ്മിക് നെറ്റ്വർക്കിലേക്കാണ്. നമ്മൾ ഉണർന്ന ഉടനെ ഈ കോസ്മിക് നെറ്റ്വർക്കാണ് നമ്മളെ ആദ്യം കണക്ട് ചെയ്യുക. ഒരു തരത്തിലും നമ്മൾക്ക് ഈ കോസ്മിക് നെറ്റ്വർക്കിനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് അടുത്ത തലത്തിലേക്ക് പോകാൻ സാധിക്കില്ല. ഇവിടെയാണ് ഈ പരീക്ഷണ ഘട്ടങ്ങൾ നടക്കുന്നത്. സാധാരണ 18 സിദ്ധന്മാർ എന്നാണ് പറയുന്നത്. അത് മെയിൻ സിദ്ധ ഗുരുക്കന്മാരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ 108 സിദ്ധ ഗുരുക്കന്മാരുടെ കോസ്മിക് നെറ്റ്വർക്കിലേക്കാണ് നമ്മളിവിടെ പ്രവേശിക്കുന്നത്. 108 എന്നുള്ളതും മെയിൻ തന്നെയാണ്. അതിനപ്പുറത്തേക്കും സിദ്ധ ഗുരുക്കന്മാർ ഉണ്ട്. അപ്പോൾ ഈ കോസ്മിക് സിമുലേഷനെ നിയന്ത്രിക്കുന്നതും ഇതിനെ ആ ഒരു തലത്തിൽ പരിപാലിച്ച് വരുന്നതും ഇതിനുള്ളിലെ അവതാറുകളെ നിരീക്ഷിച്ച് അതിലേക്ക് ഈ ക്യാരക്ടേഴ്സിനെ നിയന്ത്രിക്കുന്നതും എല്ലാം തന്നെ ഈ 108 സിദ്ധ ഗുരുക്കന്മാരുടെ അണ്ടറിലാണ്. അപ്പോൾ നമ്മൾ ഉണർന്നു കഴിഞ്ഞാലും എത്തിച്ചേരുന്നത് ഈ 108 സിദ്ധ ഗുരുക്കന്മാരുടെ കോസ്മിക് നെറ്റ്വർക്കിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ സിമുലേഷന് പുറത്തല്ല എന്നുള്ളത് തിരിച്ചറിയണം, ഉണർന്നാൽ പോലും. അപ്പോൾ ഈ കർമ്മ ലൂപ്പിനുള്ളിൽ നിന്ന് പൂർണ്ണ മോചനം സാധ്യമാകണമെങ്കിൽ ഈ സിദ്ധ ഗുരുക്കന്മാരുടെ പൂർണ്ണ സമ്മതം ആവശ്യമാണ്. ഇതിലേക്ക് എത്തുന്നത് തന്നെ പടിപടിയായിട്ടാണ്. ഈ 108 സിദ്ധ ഗുരുക്കന്മാരുടെ കോസ്മിക് നെറ്റ്വർക്കിലേക്ക് എത്തുന്നത് തന്നെ പടിപടിയായിട്ടാണ് എത്തുള്ളൂ. നമ്മളുടെ ഈഗോ കംപ്ലീറ്റ് ഡിസോൾവ് ആയാൽ മാത്രമാണ് ഈ 108 സിദ്ധ ഗുരുക്കന്മാരുടെ ആ ഒരു തലത്തിൽ നിന്ന് നമ്മൾക്ക് അടുത്ത തലത്തിലേക്ക് പോകാനുള്ള ഒരു ഇൻഫർമേഷനും വഴികളും ഈ ഗുരുക്കന്മാർ നമുക്ക് കാണിച്ചു തരുള്ളൂ. അപ്പോൾ ഇതിലേക്ക് എത്തുന്നതിനുള്ള പടികളാണ് നമ്മൾ ശുദ്ധദേഹം, പ്രണവദേഹം, ജ്ഞാനദേഹം, അമൃതാനന്ദദേഹം എന്നുള്ള ആന്തരിക ബോധ പരിവർത്തനം എന്നുള്ളത്. ഓരോ കോശങ്ങൾക്കും ബോധം ഉണരുമ്പോൾ നമ്മൾക്ക് ഈ സിമുലേഷനെ വ്യക്തമായി കാണാനും അറിയാനും വിറ്റ്നസ് കോൺഷ്യസ്നെസ്സിലേക്കാണ് നമ്മൾ എത്തുന്നത്. പക്ഷേ ഇതൊരു സിമുലേഷനാണ് എന്ന് നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ പിന്നെ ഈ സിമുലേഷനെ നിയന്ത്രിക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കുക. അവിടെയാണ് നമ്മളുടെ സ്പിരിച്വൽ ഈഗോ എന്നുള്ളത് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ ഈഗോയിൽ, സിദ്ധികളിൽ നമ്മൾ പെട്ടുപോവുകയാണെങ്കിൽ ഒരിക്കലും ഈ സിദ്ധ ഗുരുക്കന്മാരുടെ നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഇതിന് പൂർണ്ണമായിട്ടും ഈ ഡ്രീമിൽ നിന്ന് ഇതൊരു സിമുലേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കില്ല. അവിടെയും നമുക്ക് പൂർണ്ണ ബോധം വന്നിട്ടില്ല. ഈ സിദ്ധ ഗുരുക്കന്മാരുടെ അണ്ടറിലാണ് നമ്മളുള്ളത്. പുറത്തേക്ക് കടക്കണമെങ്കിൽ ഒരു ഡോർ വേണം. ആ ഡോർ ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൽ നിന്നും
നമ്മൾ പൂർണ്ണമായിട്ടും ഉയർന്ന സഹസ്രാര ആനന്ദമയ കോശമൊക്കെ പ്രാപിക്കുമ്പോഴും ഗെയിമിൻ്റെ ആ ഒരു സ്വഭാവ തലത്തിൽ മാറ്റം സംഭവിക്കും. നമ്മൾക്ക് സഫറിങ് ഒക്കെ കുറയും. പ്രപഞ്ചം മുഴുവൻ ഒരു വെർച്വൽ സിമുലേഷൻ ആണെന്നൊക്കെ മനസ്സിലാകും. നമ്മൾ അവതാരകളാണ് എന്ന സത്യമൊക്കെ നമുക്ക് വെളിപ്പെടും. പക്ഷേ പുറത്തേക്ക് കടക്കാനുള്ള ഡോർ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. ആ ഒരു ഡോർ, ആത്മാവ്, സെൽഫ് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ള എല്ലാ ഒരു സിമുലേഷൻ്റെ ട്രിഗറിങ് ഒക്കെ അവിടെ അവസാനിച്ചിട്ടുണ്ടാവും. നമ്മൾ ബ്രഹ്മതലത്തിലേക്കും പരബ്രഹ്മതലത്തിലേക്കും കോസ്മിക് കാഷ്വൽ ആ ഒരു പ്രപഞ്ച കാരണതലത്തിലേക്കും സൃഷ്ടിയുടെ രഹസ്യങ്ങളും പൂർണ്ണമായി നമ്മളുടെ മുന്നിൽ ആ ഒരു ജ്ഞാനത്തിൻ്റെ അറിവുകൾ നമ്മളിൽ ഓപ്പൺ ആകുന്നതാണ്. പക്ഷെ അപ്പോഴും നമ്മൾ പുറത്തല്ല. അടുത്ത തലം എന്നുള്ളത് ഗ്രേസ് എന്നുള്ള തലമാണ്, കമ്പാഷൻ എന്നുള്ളത്. പൂർണ്ണമായിട്ടും നമ്മൾ കമ്പാഷൻ, എമ്പതി ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഹാർട്ട് ചക്ര പൂർണ്ണമായിട്ടും ഓപ്പണായി നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും ആ ഒരു എമ്പതിയും കമ്പാഷനും ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ സിമുലേഷനിലേക്ക് എങ്ങനെ ഒഴുകുകയാണ്. ഇവരെല്ലാം ഞാനാണ്, ആ ഗെയിമും കളിക്കാരനും എല്ലാം ഞാനാണ്, ഒന്നാണ് എന്നുള്ള തിരിച്ചറിവിലൂടെ ആ ഒരു കമ്പാഷനും എമ്പതിയും ഒക്കെ നമ്മളിൽ നിന്നും ഈ സിമുലേഷനിലേക്ക് എത്തിത്തുടങ്ങുമ്പോൾ മാത്രമാണ് ആ ഡോർ ഓപ്പൺ ആകുള്ളൂ, ഈ സിമുലേഷനിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഡോർ. പക്ഷെ അതും ഈ 108 സിദ്ധ ഗുരുക്കന്മാരുടെ നിയന്ത്രണത്തിലാണ്. അവരിലൂടെ നമ്മൾ ആ ഒരു ഗുരു പാത്തിലൂടെ, അവരുടെ ആ ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഡയറക്റ്റ് റെക്കഗ്നേഷൻ, അബ്സല്യൂട്ട് പ്യുവർ അവെയർനെസ് ആണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കും. അങ്ങനെ പൂർണ്ണമായി നമ്മൾ ഉണർന്നാൽ പിന്നെ സ്വപ്നമില്ല, സ്വപ്നം നടന്ന സ്ഥലവുമില്ല. അതായത് ഈ സിമുലേഷൻ ഇല്ല. പിന്നെ 5 കോശങ്ങൾ റൺ ചെയ്യുന്ന കോശങ്ങളുടെ പുറത്ത് റൺ ചെയ്യുന്ന കോസ്മിക് സിമുലേഷൻ ഒന്നും തന്നെ ഇല്ല ഇവിടെ, യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. കർമ്മ ലൂപ്പുമില്ല, ഓട്ടോമാറ്റിക് റണ്ണിങ് സിസ്റ്റം ലൂപ്പില്ല ഇവിടെ. അപ്പോൾ പൂർണ്ണമായിട്ട് ഉണർന്നു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് പ്യുവർ അവെയർനെസ് ആണ് നമ്മൾ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും. പക്ഷേ എങ്കിലും ആ സ്വപ്നത്തിൽ നിന്നും പൂർണ്ണമായിട്ട് നമ്മൾ ഈ ഗെയിമിന് പുറത്തേക്ക് കടക്കണമെങ്കിൽ, ആ സ്വപ്നം കണ്ടവൻ മാത്രം അവശേഷിക്കണമെങ്കിൽ, നമ്മളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് നമ്മൾക്ക് എത്തണമെങ്കിൽ, യഥാർത്ഥമായതിലേക്ക്, അവിടെ രൂപമില്ല, അവിടെ ഒരു അവതാറില്ല, ഈ കോസ്മിക് സിമുലേഷനുകളില്ല, ഒന്നും തന്നെ ഇല്ലാത്ത ആ അബ്സല്യൂട്ട് പ്യുവർ റിയൽ അയാം എന്നുള്ള തലത്തിലേക്ക് എത്തണമെങ്കിൽ കമ്പാഷൻ, എമ്പതി, അതിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് ആ യാത്ര പൂർണ്ണമാകുമ്പോൾ മാത്രമാണ് അബ്സല്യൂട്ട് പ്യുവർ അവെയർനെസ് എന്നുള്ളൊരു തലത്തിലേക്ക് നമ്മൾ എത്തുള്ളൂ. അത് ഈ പരബ്രഹ്മത്തെ പോലും പൂർണ്ണമായിട്ടും പ്രകടമാക്കാൻ സാധിക്കുന്ന ആ ഒരു തലത്തിലുള്ള ആ ഒരു പ്രകാശം തന്നെയാണ്. സെൽഫ് ലൂമിനൻ്റ് ആണ്. അതിനറിയാൻ പറ്റും. അതിന് മറ്റൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. സ്വയം അറിയുന്ന അറിവാണ്, എല്ലാത്തിനെയും അറിയുന്ന അറിവാണ്. അതിനുള്ളിലാണ് ഈ പ്രപഞ്ചവും നമ്മളും, ഈ ഭൂമി, നക്ഷത്രങ്ങൾ, നമ്മളുടെ പൂർവ്വജന്മങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ കോസ്മിക് സിമുലേഷനിലുള്ള ഒരു സ്വപ്നം അടുത്ത സ്വപ്നത്തിലേക്ക് മാറുന്നതിനെയാണ്, ചേഞ്ച് ആകുന്നതിനെയാണ് ജന്മങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ജന്മങ്ങൾക്കൊക്കെ, പൂർവ്വജന്മങ്ങൾക്കൊക്കെ സ്വപ്നത്തിൻ്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. പൂർണ്ണമായിട്ട് ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്നത്തിലെ ക്യാരക്ടേഴ്സിനൊന്നും പിന്നെ അവിടെ നിലനിൽപ്പില്ല. ഇപ്പോൾ നമ്മൾ ഒരു സ്വപ്നം കാണുകയാണ്, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ആ സ്വപ്നത്തിലൊരു സിംഹം ഉണ്ടായിരുന്നു, ആ സിംഹത്തിന് എന്തെങ്കിലും ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ അവിടെ? ഒരിക്കലുമില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കോസ്മിക് സിമുലേഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ കോസ്മിക് സിമുലേഷൻ ഉള്ളിലുള്ള ക്യാരക്ടേഴ്സിനൊന്നും പിന്നെ യാതൊരു വാല്യൂമില്ല. നമ്മളതൊന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞു, പൂർണ്ണമാകുകയും ചെയ്യും. അവിടെ പൂർണ്ണമാണ്, അബ്സല്യൂട്ട് പ്യുവർ അവെയർനെസ് ആണ്. അതിന് മറ്റൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. സ്വയം അതിനെ അറിയുന്ന അറിവാണ്. അപ്പോൾ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ കോസ്മിക് സിമുലേഷൻ്റെ പുറത്തേക്ക് വരാൻ സാധിക്കുള്ളൂ. സെൽഫ് എൻക്വയറിയിലൂടെ മാത്രമാണ്
ഇതൊരു സിമുലേഷനുള്ളിലാണ് നമ്മൾ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക്, ഞാൻ ആരാണ് എന്നുള്ള ഒരു അന്വേഷണത്തിലൂടെ, ഇന്നർ ഫോക്കസിലൂടെ മാത്രമാണ് നമ്മളുടെ യഥാർത്ഥത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. പുറത്തേക്ക് നമ്മൾ പോകും തോറും ഈ സിമുലേഷനുള്ളിൽ ലോക്കായി പോവുകയാണ്. ഈ ലോക്കിൽ നിന്ന് നമ്മൾ പോകുന്നത് അടുത്ത ഒരു സ്വപ്നത്തിലേക്കാണ്, അടുത്തൊരു സിമുലേഷനിലേക്കാണ്. ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്ക്. ഫിസിക്കൽ ബോഡി മരിച്ചിട്ടുണ്ടാവും. അടുത്ത ഒരു ബോഡി എടുത്ത് നമ്മൾ അടുത്ത ഒരു ഡ്രീം, അടുത്ത ഒരു സിമുലേഷനിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് നമുക്ക് സിമുലേഷന് പുറത്ത് കടക്കണമെങ്കിൽ 5 ശരീരത്തിലേക്കും ആത്മാവിൻ്റെ പ്രകാശം പ്രവഹിക്കണം. പൂർണ്ണമായിട്ടും ആത്മപ്രകാശം എത്തിയിട്ടുണ്ടാവണം. മനസ്സും ശരീരവും ബുദ്ധിയും കാരണതലവും സൂക്ഷ്മതലവും എല്ലാം പ്രകാശമയമായിട്ട് മാറിയിട്ടുണ്ടാവണം. എല്ലാം പ്രകാശമായി കഴിഞ്ഞാൽ അവിടെ പിന്നെ രൂപങ്ങളില്ല, ആ പൂർണ്ണ പ്രകാശം മാത്രമായിട്ട് മാറും.